Welcome to Future Tech Employees. Kindly like and subscribe. ഫ്യൂച്ചർ ടെക് എംപ്ലോയീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ വൈഷ്ണവാണ്. നമ്മൾ വിൻഡോസ് പ്ലാറ്റ്ഫോമിൽ NVIDIA യൂസ് ചെയ്തുകൊണ്ടുള്ള ട്യൂട്ടോറിയലുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ട്യൂട്ടോറിയലിൽ നമ്മൾ ഫയൽ ഫോൾഡർ ക്രിയേഷൻ, അതുപോലെ ഫയൽ ഫോൾഡർ നാവിഗേഷൻ, ഇതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡെസ്ക്ടോപ്പ് നാവിഗേഷൻ കണ്ടിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫോൾഡർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിൻ്റെ ഷോർട്ട് കട്ട് എന്താണ്, അതിൻ്റെ യഥാർത്ഥ മെത്തേഡ് എന്താണ് എന്നുള്ളതൊക്കെയാണ് നോക്കാൻ പോകുന്നത്. സോ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഫോക്കസ് ഡെസ്ക്ടോപ്പിലോട്ട് മാറ്റിയാണ്. Windows plus M. Up arrow. Unigram 10 of 20. ഓക്കെ, അപ്പം ഞാൻ ഡെസ്ക്ടോപ്പിലോട്ട് വന്നു. വിൻഡോസ് M പ്രസ് ചെയ്തു, ഡെസ്ക്ടോപ്പിൽ വന്നു. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ സെലക്ഷൻ ഇപ്പോൾ ഒരു യൂണിഗ്രാം എന്ന് പറഞ്ഞ ഫയലിൻ്റെ മേലെ സെലക്ഷൻ കിടക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. നമുക്ക് ഷോർട്ട് കട്ട് എല്ലാവർക്കും അറിയാം, ഷിഫ്റ്റ് കൺട്രോൾ N ആണ്. Control plus Shift plus N. Edit selected new folder. എഡിറ്റ് സെലക്റ്റഡ് ന്യൂ ഫോൾഡർ എന്ന് വന്നു. അപ്പോൾ ഇവിടെ സെലക്റ്റഡ് ആണ്, ആ ന്യൂ ഫോൾഡർ എന്നുള്ളത് സെലക്റ്റഡ് ആണ്. അപ്പോൾ ഞാനിവിടെ TUTORIAL. ട്യൂട്ടോറിയൽ എന്ന് Enter. Tutorial 30 of 30. അപ്പോൾ അവിടെ ട്യൂട്ടോറിയൽ 30 of 30 ഡെസ്ക്ടോപ്പിൽ 30ാമത്തെ ഐക്കണായിട്ട് ട്യൂട്ടോറിയൽ വന്നു കഴിഞ്ഞു അല്ലേ. ഇനി ഇത് ഓപ്പൺ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫോൾഡർ ആവട്ടെ, ഫയൽ ആവട്ടെ, എന്താവട്ടെ, നമ്മൾ അത് ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന കീ കമാൻഡ് എൻ്റർ കീ ആണ് അല്ലേ. അപ്പോൾ ഞാനിവിടെ എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൾഡർ ഓപ്പൺ ആവും. അപ്പോൾ ഇവിടെ നമ്മൾ ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട് ഡെസ്ക്ടോപ്പിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു. ഇനി അതിൻ്റെ യഥാർത്ഥ മെത്തേഡ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഫോക്കസ് സെലക്റ്റഡ് എന്ന് കാണിക്കുകയാണ്. അപ്പം ഞാൻ ആ സെലക്ഷൻ റിമൂവ് ചെയ്യാണ്. Control plus space not selected. കൺട്രോൾ സ്പേസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ഷൻ റിമൂവ് ആയി. ഇപ്പം നമ്മളെ ഇതിനകത്ത് ഫോൾഡറിന്റെ മേലെയോ ഫയലിന്റെ മേലെയോ ഒന്നും സെലക്ഷൻ ഇല്ല. അപ്പം ഞാനിവിടെ ആപ്ലിക്കേഷൻ കീ, നമുക്കറിയാം റൈറ്റ് കൺട്രോളിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള Applications. A pop-up window. View collapsed V1 of 8. അവിടെ Down arrow. Sort by collapsed O2 of 8. ഡൗൺ ആരോ പ്രസ് ചെയ്ത് Down arrow. Refresh if down arrow. Undo rename down arrow. New collapsed W5 of 8. ന്യൂ W എന്ന് പറയുന്നുണ്ട്. W പ്രസ് ചെയ്താലും മതി. ഞാൻ അവിടെ റൈറ്റ് ആരോ പ്രസ് ചെയ്യുന്നു. Right arrow. Pop-up window. Menu. Down arrow. Shortcut S2 of 8. Up arrow. Folder F1 of 8. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഫോൾഡർ ആണ്. അതിന്റെ താഴോട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഫയൽ ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. Down arrow. Shortcut S2 of 8. ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യാം. Down arrow. Bitmap image 3 of 8. ബിറ്റ്മാപ്പ് ഇമേജ്. Down arrow. Microsoft Word document 4 of 8. മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെന്റ്, അതൊരു ഫയൽ, നമുക്ക് പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. Down arrow. Microsoft PowerPoint presentation 5 of 8. പവർ പോയിന്റ്. Down arrow. Text document 6 of 8. ടെക്സ്റ്റ് ഡോക്യുമെന്റ്. Down arrow. Microsoft Excel worksheet 7 of 8. എക്സൽ വർക്ക്ഷീറ്റ്. Down arrow. Compressed. Zipped. Folder 8 of 8. നമുക്കിവിടെ ഇത് കംപ്രസ് ചെയ്യാൻ, നമുക്ക് കംപ്രസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഫയലുകൾ നമുക്ക് ഒരു ചെറിയൊരു സിപ്പ് ഫയലായിട്ട് നമുക്ക് പെട്ടെന്ന് സെൻഡ് ചെയ്യാനുള്ള രീതിയിലൊക്കെ മാറ്റാൻ കഴിയും. Down arrow. Folder F1 of 8. ഫോൾഡർ. ഓക്കെ, അപ്പം നമുക്കിവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അതേപോലെ ഇപ്പോൾ ഇവിടെ ഞാൻ Down arrow. Bitmap image 3. Down arrow. Microsoft Word document 4 of 8. ഞാനൊരു വേർഡ് ഡോക്യുമെന്റും കൊടുക്കുകയാണ്. Enter. Desktop list. Edit selected new KEYBOARD. Keyboard. Space. NAVIGATION. Navigation. Space KEYS. ഞാനിവിടെ കീബോർഡ് നാവിഗേഷൻ കീസ് എന്ന് പറഞ്ഞൊരു Enter. Keyboard navigation keys 30 of 31. ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇത് നമ്മൾ ഡെസ്ക്ടോപ്പിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മൾ പി സിക്കകത്താണെങ്കിലും എവിടെയാണെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഫയൽ ക്രിയേറ്റ് ചെയ്യാം, ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഇനി ഇതിപ്പം നാവിഗേറ്റ് ചെയ്യാൻ നിങ്ങൾക്കറിയാം, അപ്പ് ഏറോ ഡൗൺ ഏറോ ആണ്. അതുപോലെ ഈ ഫോൾഡർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോപ്പി ചെയ്ത് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം, അതുപോലെ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ കൺട്രോൾ C ആണ് കോപ്പി ചെയ്യാനുള്ള ഷോർട്ട് കട്ട്, കൺട്രോൾ X ആണ് കട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട്, കൺട്രോൾ V പേസ്റ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട്. Home. അപ്പം ഞാനിവിടെ T പ്രസ് ചെയ്യാം. This PC for T. Tutorial 30 of 31. ട്യൂട്ടോറിയൽ ഉണ്ട് അല്ലേ. ഞാൻ ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്യാം. K. Keyboard navigation key. Control plus X. ഓക്കെ, Up arrow. Tutorial. Enter. Tutorial file explorer. Control plus V. Keyboard navigation keys 1 of 1. അപ്പോൾ കൺട്രോൾ V പ്രസ് ചെയ്തപ്പം അതെന്തായി, പേസ്റ്റ് ആയി അല്ലേ. അപ്പം ഞാനിവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ ഷിഫ്റ്റ് കൺട്രോൾ N ആണ്, അല്ലെങ്കിൽ നമ്മൾ ഏത് സ്റ്റോറേജ് ഡിവൈസിലാണോ നിൽക്കുന്നത് അവിടെ സെലക്ഷൻ റിമൂവ് ചെയ്യാൻ കൺട്രോൾ സ്പേസ് പ്രസ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ അവിടെ
ആവശ്യമുള്ള സാധനം ഷിഫ്റ്റ് കൺട്രോൾ എന്നെ പ്രസ് ചെയ്ത് എടുക്കുന്നു, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കീ പ്രസ് ചെയ്ത് ന്യൂ സബ് മെനുവിൽ ഫോൾഡർ അല്ലെങ്കിൽ നമുക്ക് ഡോക്യുമെന്റ് ആണെങ്കിൽ ആ ഡോക്യുമെന്റ് എടുക്കുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു അല്ലേ. ഇനി അത് കോപ്പി പേസ്റ്റ് ചെയ്യാൻ കൺട്രോൾ എക്സ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്യാം, കൺട്രോൾ സി പ്രസ് ചെയ്താൽ കോപ്പി ചെയ്യാം, കൺട്രോൾ വി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പേസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ ഒരു ചെറിയൊരു ടോപ്പിക്കിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. Welcome to Future Tech Employees. Kindly like and subscribe. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് ഇത് മതിയാവും. അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.